ഉസ്വീക്കും വഇയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ്. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനും ജഗന്നിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി, മുഹ്സിനീങ്ങളായി ജീവിതത്തെ മുന്നോട്ട് നയിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ് റഹ്മാനായ റബ്ബ്. അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർത്തി പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസത്തിലെ ആഴ്ചകളിൽ വെച്ച്, സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ രണ്ട് മഹത്തായ കാര്യങ്ങൾ സംഗമിക്കുന്ന ഈ ഒരു ദിവസത്തിന് അതിൻ്റേതായ പ്രാധാന്യവും ശ്രേഷ്ഠതയുമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി നന്മകൾ അധികരിപ്പിക്കുവാനും തിന്മകളിൽ നിന്ന് പരിപൂർണമായും വിട്ടു നിൽക്കുവാനും ആമുഖമായി ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ദിവസം നമ്മൾ കണ്ണു തുറന്ന് നമ്മുടെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും പലതരത്തിലുള്ള നമ്മുടെ സ്വപ്നങ്ങൾ, പലതരത്തിലുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിലൂടെ മിന്നിമറയാറുണ്ട്. അത്തരത്തിൽ ആ ആഗ്രഹങ്ങളെയും നമ്മുടെ സ്വപ്നങ്ങളെയും നേടിയെടുക്കണം, വെട്ടിപ്പിടിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ രാവിലെ തുടങ്ങുന്ന നമ്മുടെ ഓട്ടങ്ങൾ, ഓട്ടപ്പാച്ചിലുകൾ അവസാനം രാത്രിയാകുമ്പോഴാണ് നിൽക്കുന്നത്. എന്തൊക്കെയോ നേടിയെടുക്കണം എന്ന ആഗ്രഹം, എന്തൊക്കെയോ ദുനിയാവിൽ ചെയ്തു കൂട്ടണമെന്ന ആഗ്രഹം ഒരുപക്ഷെ നമ്മളെയൊക്കെ ഇത്തരത്തിലുള്ള ചിന്തകളിൽ, ഇത്തരത്തിലുള്ള തിരക്കുകളിൽ അവിടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നശ്വരമായ ഈ ദുനിയാവിൻ്റെ ഓരോ സുഖങ്ങളും സൗകര്യങ്ങളും അനന്തമാണ്, അനശ്വരമാണ് എന്ന തരത്തിലുള്ള ചിന്തകൾ നമ്മുടെയൊക്കെ മനസ്സിൽ അറിയാതെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു നഗ്നമായ യാഥാർത്ഥ്യമാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിൻ്റെ പിന്നാലെ ഓടലോ, അതിനുവേണ്ടി തൻ്റെ ആഹോരാത്രമുള്ള പരിശ്രമം മാറ്റിവെക്കലോ അല്ല, മറിച്ച് നാളെ ഒരു പരലോകം വരാനുണ്ട് എന്നും അവിടെ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടതുണ്ട് എന്നും എൻ്റെ നന്മ തിന്മകൾ തൂക്കി കണക്കാക്കുമെന്നും ആ സമയത്ത് നന്മകൾ തൂങ്ങി സന്തോഷവാനാകുന്ന സത്യവിശ്വാസിയുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന ആ ഒരു ചിന്തയായിരിക്കണം ഒരു വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഇങ്ങനെ ചേർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിർ സബീൽ. പൊന്നുമോനെ ഇബ്നു ഉമറെ, നീ ഈ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെയാവുക, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാവുക. കാലാകാലം ഇവിടെ തങ്ങാനുള്ള സ്ഥലമല്ല ദുനിയാവ്. എന്നിട്ട് പറയുകയാണ്, വഇദ് നഫ്സക ഫീ അഹ്ലിൽ ഖുബൂർ. അതുപോലെ തന്നെ ഖബറാളികളുടെ കൂട്ടത്തിൽ നീ നിന്റെ സ്വന്തത്തെയും എണ്ണുക. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നമ്മളോടൊക്കെ പറയുന്ന ഒരു ഉപദേശമുണ്ട്, ഇദാ അസ്ബഹ്ത ഫലാ തഹദ്ദസ് നഫ്സക ബിൽ മസാ. രാവിലെ ആയി കഴിഞ്ഞാൽ വൈകുന്നേരത്തെ കാര്യങ്ങളെക്കുറിച്ച് നീ സംസാരിക്കേണ്ട ആവശ്യമില്ല. വഇദാ അംസൈത ഫലാ തഹദ്ദസ് നഫ്സക ബിസ്സുബാഹ്. വൈകുന്നേരമായി കഴിഞ്ഞാൽ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നീ സംസാരിക്കേണ്ടതില്ല. കാരണം ഏത് സമയം എപ്പോൾ വേണമെങ്കിലും നിന്റെ ജീവിതത്തിലേക്ക് മരണമെന്ന യാഥാർത്ഥ്യം വന്നെത്താം. വഖുദ് മിൻ സിഹ്ഹതിക ഖബ്ല സഖമിക്. അല്ലാഹു നൽകിയിട്ടുള്ള ഈ ആരോഗ്യമുണ്ടല്ലോ, അത് നഷ്ടപ്പെടുന്നതിൻ്റെ മുമ്പ് അത് നീ കൃത്യമായി ഉപയോഗപ്പെടുത്തുക. വമിൻ ഹയാതിക ഖബ്ല മൗതിക്. അല്ലാഹു നിനക്ക് നൽകിയിട്ടുള്ള സമ്മാനമായിട്ടുള്ള ഈ ദുനിയാവിൻ്റെ ജീവിതമുണ്ടല്ലോ, അതിനെ മരണം വന്നെത്തുന്നതിൻ്റെ മുമ്പ് നീ കൃത്യമായി ഉപയോഗപ്പെടുത്തുക. ഫഇന്നക ലാ തദ്രി യാ ഇബാദല്ലാഹ്. അല്ലയോ അല്ലാഹുവിൻ്റെ അടിമയായ മനുഷ്യ, നിനക്കറിയില്ല മസ്മുക ഗദാ. നിന്നെ ജനങ്ങൾ ആദരവോടെ ഇന്ന് പല പേരുകളും വിളിച്ചു, പക്ഷെ നാളെ നിന്റെ പേര് ലോകോത്തര നാമമായ ഇന്റർനാഷണൽ നെയിമായ മയ്യിത്ത് എന്നതിലേക്ക് നിന്റെ പേര് മാറുമോ എന്ന് മനുഷ്യ നിനക്കറിയുകയില്ല എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നമ്മളോട് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ദുനിയാവ് നശ്വരമല്ല, ദുനിയാവിൽ കാലാകാലം ജീവിക്കേണ്ടവനല്ല എന്ന ബോധം, മരണം ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട് എന്ന ബോധ്യം പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങളായ നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ സദാസമയം വന്നുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ആ മരണം യാഥാർത്ഥ്യത്തിന് ധാരാളം പ്രത്യേകതകൾ, നമ്മളെ പേടിപ്പെടുത്തുന്ന പ്രത്യേകതകൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിലൊന്നാമത്തെ പ്രത്യേകതയാണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്.
നമ്മൾ പല പ്രസംഗങ്ങളിലും ഖുതുബകളിലുമൊക്കെ കേട്ട നമുക്ക് സുപരിചിതമായ ആയത്താണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ മനുഷ്യരും അത് ആ മരണത്തിനെ, യാഥാർത്ഥ്യമായ മരണത്തിനെ ആസ്വദിക്കുക തന്നെ ചെയ്യും. എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ആ മരണം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. നമ്മുടെയൊക്കെ നാട്ടിൽ പറയാറുണ്ട്, രംഗബോധമില്ലാത്തവനാണ് മരണം. ചെറിയ കുട്ടിയാണ് എന്നോ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ അത്താണിയാണ് എന്നോ ആറ്റുനോറ്റ് കിട്ടിയ മകനാണ് മകളാണ് എന്നോ യാതൊരുവിധ കാരുണ്യവും യാതൊരുവിധ സിമ്പതിയും മരണത്തിനുണ്ടാവുകയില്ല. ചെറിയ കുട്ടിയാകട്ടെ, മുതിർന്നവരാകട്ടെ, വാർദ്ധക്യത്തിലുള്ളവരാവട്ടെ, ഏത് മനുഷ്യരുടെ ജീവിതത്തിലേക്കും പ്രായഭേദമന്യേ മനുഷ്യർ കടന്നു വരുമെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊക്കെ വായിച്ച വാർത്തകളാണ് അല്ലേ? ഉമ്മ പാല് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ വെച്ച് പാല് തൊണ്ടയിൽ കുരുങ്ങി കുട്ടി മരണപ്പെടുകയാണ്. കുട്ടിയെ കുളിപ്പിക്കാൻ വേണ്ടി ബക്കറ്റിൽ നിർത്തിയതാണ്, പക്ഷേ ബക്കറ്റിൽ വെള്ളം നിറഞ്ഞു, കുട്ടി അതിൽ മുങ്ങിപ്പോയി, കുട്ടി മരണപ്പെടുകയാണ് അല്ലേ? അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പടികളിലേക്ക് കൈപിടിച്ചുയർന്ന ദമ്പതികൾ എത്ര പേരാണ് ആക്സിഡൻറ്റുകളിൽ മരണപ്പെടുന്നത്. തൊട്ടടുത്ത ദിവസം കൊട്ടാരക്കരയിൽ ബസ് കാത്ത് നിൽക്കുകയായിരുന്ന ഒരു പറ്റം മനുഷ്യരുടെ ഇടയിലേക്കാണ് ഒരു ലോറി പാഞ്ഞെടുത്തത്. അങ്ങനെ 3 ജീവനുകൾ പൊലിയുകയാണ്. അതിൽ 15കാരനായ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും ആ മരണപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ വായിച്ചറിഞ്ഞതാണ്. ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ചുറ്റിലും നടക്കുമ്പോൾ, നമ്മുടെ കൺമുന്നിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്നിട്ടും മാറി ചിന്തിക്കുവാൻ, ജീവിതത്തിൽ നിന്നുള്ള തെറ്റുകളിൽ നിന്ന് റബ്ബിനോട് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുവാൻ, നന്മകൾ അധികരിപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള എന്തോ വലിയ പരീക്ഷണം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു പോയിട്ടുണ്ട് എന്ന് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ ഒരു മരണത്തിൽ നിന്ന് ലോകത്തൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ശാസ്ത്രം എത്ര തന്നെ വികസിച്ചു എന്ന് പറഞ്ഞാലും, ആധുനിക ടെക്നോളജികൾ അതിൻ്റെ പരമോന്നതിയിൽ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും സാധിക്കുകയില്ല. സൂറത്തുൻ നിസായിലെ 78ാമത്തെ വചനത്തിലൂടെ നമ്മുടെ റബ്ബ് പറയുകയാണ്, ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. കെട്ടിപ്പടുത്തുയർത്തപ്പെട്ട കോട്ടക്കെട്ടുകൾക്കുള്ളിലാണ് നീയുള്ളതെങ്കിലും യുദ്രിക്കുമുൽ മൗത്ത്, ആ മരണത്തിനെ നീ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സൂറത്തുൽ ജുമുഅയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. ഖുൽ, പ്രവാചകരെ നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയണം, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി ഒളിക്കുന്നത്, ഏതൊരു മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത്, ഫഇന്നഹു മുലാഖീകും, ആ മരണത്തെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ആ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ലോകത്തോട് പ്രഖ്യാപിക്കാൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ സേഫ്റ്റി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാലും ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. ഹെൽമെറ്റ് ധരിച്ചതുകൊണ്ടോ, സീറ്റ് ബെൽറ്റ് ധരിച്ചതുകൊണ്ടോ, സഞ്ചരിക്കുന്ന വാഹനം 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളതുകൊണ്ടോ പ്രിയപ്പെട്ടവരെ ആ മരണത്തിൽ നിന്ന് ഓടി അകലുവാൻ, രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട മരണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇത്തരത്തിൽ മരണത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി ജീവിതം അടുക്കും ചിട്ടയുമുള്ള ഒരു മുഅ്മിനിന്റെ ജീവിതമാക്കി മാറ്റുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ മരണത്തിൻ്റെ മറ്റൊരു പേടിപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ് എപ്പോൾ മരിക്കുമെന്ന് ഒരാൾക്കും അറിയുകയില്ല അല്ലേ? ഈ ദുനിയാവിൻ്റെ ജീവിതത്തെ ഒരു പരീക്ഷാ ഹാളുമായിട്ട് പണ്ഡിതന്മാർ താരതമ്യം ചെയ്തത് കാണുവാൻ നമുക്ക് സാധിക്കും അല്ലേ? ഒരു എക്സാം ഹാളിലേക്ക് നമ്മുടെ മക്കൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ബെല്ല് എപ്പോഴാണ് അടിക്കുക എന്നുള്ളത് നമുക്കറിയാം. എത്ര സമയം ബാക്കിയുണ്ട്, അതിനനുസരിച്ച് നമ്മുടെ ഉത്തരങ്ങൾ എങ്ങനെ ക്രമീകരിക്കണം എന്ന് കൃത്യമായി നമുക്കറിയാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, ദുനിയാവാകുന്ന എക്സാം ഹാളിൻ്റെ ഫൈനൽ ബെൽ എപ്പോഴാണെന്ന് ഒരാൾക്കും അറിയുകയില്ല. അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനും ഒരാൾക്കും സാധിക്കുകയില്ല. മറിച്ചൊരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണത്തിൻ്റെ മലക്കുൽ മൗത്തിനെ ആശ്വാസത്തോടുകൂടെ സന്തോഷത്തോടെ വരവേൽക്കുന്നവനായി മരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു മുഅ്മിൻ അവൻ്റെ ജീവിതത്തിൽ സദാ പ്രയത്നിക്കേണ്ടത്. 5 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബ് പറയുകയാണ്,
ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. 5 കാര്യങ്ങൾ. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, അല്ലാഹുവിൻ്റെ അടുക്കലാണ് ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന് കൃത്യമായിട്ടുള്ള അറിവുള്ളത്. വയുനസ്സിലുൽ ഗൈസ്, മഴ വർഷിപ്പിക്കുന്നവനും അവനാണ്. അത് ഏത് സ്ഥലത്ത് എത്ര അളവിൽ കൃത്യമായി പെയ്തിറങ്ങണമെന്ന് അറിയുന്നവനും അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയങ്ങൾക്കുള്ളിലുള്ള കുട്ടിയെക്കുറിച്ചും കൃത്യമായി അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ താൻ എന്താണ് ചെയ്യുക, നാളെ താൻ എന്തൊക്കെയാണ് സമ്പാദിച്ചു കൂട്ടുക എന്ന് ഒരു മനുഷ്യനും അറിയുകയില്ല. അതിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവും അള്ളാഹുവിൻ്റെ അടുക്കലാണ്. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, എവിടെ വെച്ചാണ് മരണപ്പെടുക എന്നും ഒരാൾക്കും അറിയുകയില്ല. അതിനെ പറ്റിയുള്ള കൃത്യമായ അറിവും അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണുള്ളത്. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നമ്മൾ നടന്നെടുക്കുന്നത് നമ്മുടെ അവധിയിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിലെ 42-ാമത്തെ വചനത്തിലൂടെ പറയുകയാണ്, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ്റെ റൂഹിനെ പരിപൂർണമായി ഏറ്റെടുക്കുന്നത് അവൻ്റെ മരണസമയത്താണ്. വല്ലതീ ലം തമുത് ഫീ മനാമിഹാ, ഇനി അങ്ങനെ മരണപ്പെടാത്തവരുടെ റൂഹിനെ അല്ലാഹു ഏറ്റെടുക്കുന്നത്, പിടിച്ചു വെക്കുന്നത് അവൻ്റെ ഉറക്കത്തിൽ വെച്ചാണ്. എന്നിട്ട് റബ്ബ് പറയുകയാണ്, ഫയുംസികുല്ലതീ ഖദാ അലൈഹൽ മൗത്ത് വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ. ഫയുംസികുല്ലതീ ഖദാ അലൈഹൽ മൗത്ത്, മരണം നിശ്ചയിച്ചിട്ടുള്ളവരുടെ റൂഹിനെ അല്ലാഹു അവിടെ പിടിച്ചു വെക്കും. വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ, എന്നാൽ മറ്റു ചില ആൾക്കാരെ, മറ്റു ചിലരുടെ റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടയക്കും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അല്ലാഹു വിട്ടയച്ച റൂഹുമായിട്ടാണ് ഈ ഒരു പള്ളിയിൽ ജുമുഅക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റബ്ബ് നമുക്ക് തന്നിട്ടുള്ള അവസരമാണ്. ഇന്ന് ഖബറിൻ്റെ 6 അടി മണ്ണിൽ വെള്ള പുതച്ച് കിടക്കുന്ന കോടാനുകോടി മനുഷ്യരുടെ ആഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ പോലെയുള്ള ഈ ഒരു അവസരം ലഭിക്കണമെന്നുള്ളത്. എന്നിട്ടും അള്ളാഹു നൽകിയിട്ടുള്ള ആ ഒരു അവസരത്തെ, ഈ ഒരു ഗോൾഡൻ ചാൻസിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എത്രയെത്ര അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു, എത്രയെത്ര നന്മ ചെയ്യാനുള്ള വഴികൾ, വാതായനങ്ങൾ റബ്ബ് നമ്മുടെ മുന്നിൽ തുറന്നു തന്നു. എന്നിട്ടും അതിനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് വളരെയധികം ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ മരണത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മരണത്തിന് വേദനയുണ്ട് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖാഫിലൂടെ നമ്മളോട് പറയുകയാണ്, വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്, മരണം യാഥാർത്ഥ്യമായി കൊണ്ടിതാ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു. വരുമെന്നല്ല അല്ലാഹു പറഞ്ഞത്, നിങ്ങളിലേക്ക് വന്നെത്തിയിട്ടുണ്ട്. പച്ചയായ യാഥാർത്ഥ്യമാണ് മരണം. ആ ഒരു വേദനയുമായി നിങ്ങളിലേക്ക് വരുമെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, മരണവേദനയിൽ എന്തെങ്കിലും ഒരു ഇളവ് ലഭിക്കണമെങ്കിൽ, മരണവേദനയില്ലാതെ മരിക്കണമെങ്കിൽ അതിനർഹനായിട്ടുള്ളത് ലോകത്തിൻ്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിൻ്റെ ഖലീലായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഇന്നലിൽ സക്കറാത്ത്, മരണത്തിന് വേദനയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മൗത്ത് എങ്ങനെയായിരിക്കും, നമ്മൾ മലക്കുൽ മൗത്തിനെ കണ്ടുമുട്ടുന്ന രംഗം എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. മലക്കുൽ മൗത്തുമായി മുഖാമുഖം നിൽക്കുന്ന സമയത്ത് ആശ്വാസത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ മലക്കുൽ മൗത്തിനെ വരവേൽക്കാൻ സാധിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കൊണ്ടുവരണം. അങ്ങനെ ഒരു വിശ്വാസിയായി കൊണ്ട് മരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളോടെയും കൂടിയായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡിലേക്കും നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، أيها الأحباء الكرام،
ഉസ്വീക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമുക്ക് ഏവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിർബന്ധമായും സംഭവിക്കുന്ന കാര്യമാണ്, യാഥാർത്ഥ്യമാണ് മരണം. ആ മരണത്തിൻ്റെ പേടിപ്പെടുത്തുന്ന ചില പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞു വച്ചിട്ടുള്ളത്. ആ മരണത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിക്കൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്, മരണം സമാഗതമായി കഴിഞ്ഞാൽ പിന്നീടൊരു നന്മ ചെയ്യാനുള്ള അവസരം ഒരാൾക്കും ലഭിക്കുകയില്ല എന്നുള്ളത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, ഇൻഖതഅ അൻഹു അമലുഹു, ആ മയ്യിത്തിനെ തൊട്ട് എല്ലാവിധ കർമ്മങ്ങളും എല്ലാവിധ പ്രവർത്തനങ്ങളും സ്റ്റോപ്പ് ചെയ്യപ്പെടുകയാണ്, തടയപ്പെടുകയാണ്. പിന്നീടൊരു സുബ്ഹാനല്ലാഹ് ചൊല്ലാനോ, പിന്നീടൊരു അൽഹംദുലില്ലാഹ് ചൊല്ലാനോ, പിന്നീട് ഒരു അല്ലാഹു അക്ബർ ചൊല്ലാനോ, തൻ്റെ തെറ്റുകളിൽ നിന്ന് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങുവാനോ ആ മനുഷ്യന് അവസരമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മൈക്രോ സെക്കൻഡ് പോലും ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നീട്ടിക്കൊടുക്കുകയില്ല. സൂറത്തുൽ മുനാഫിഖൂനിൻ്റെ അവസാനത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരു മനുഷ്യൻ്റെ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ വലൻ യുഅഖിറല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സെക്കൻഡ് പോലും വൈകിപ്പിക്കുകയില്ല. കൃത്യമായി കൊണ്ടവൻ്റെ ആ ഒരു മരണത്തിൻ്റെ ആ ഒരു വേദന അവനെ അറിയിച്ചുകൊണ്ട് അവൻ്റെ റൂഹുമായി മലക്കുൽ മൗത്ത് ഈ ഭൂമി വിടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഒരു സെക്കൻഡിൽ ഞാൻ മരണപ്പെടുകയാണ് എങ്കിൽ എൻ്റെ റബ്ബുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ച് സ്വർഗാവകാശികളുടെ ലിസ്റ്റിൽ എൻ്റെ പേര് വിടുന്ന ഒരു മുഅ്മിനായിട്ടാണോ ഞാൻ മരിക്കുന്നത്? അതല്ല, അള്ളാഹുവിൻ്റെ അതൃപ്തിക്ക് കാരണമായി, അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമായി നരകാവകാശികളുടെ പേരിൽ ആ ഒരു ലിസ്റ്റിൽ ഞങ്ങളുടെ പേര് വരുന്നവരായിട്ടാണോ, ഒരു മുശ്രിക്കായിട്ടാണോ, ഒരു കാഫിറായിട്ടാണോ, ഒരു മുനാഫിക്കായിട്ടാണോ ഞാൻ മരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തണം ഈ ഒരു മരണം എന്നുള്ളത്. കാരണം പ്രിയപ്പെട്ടവരെ, ദുനിയാവ് നശ്വരമാണ്. ഏതൊരു സമയത്തും നിന്നു പോകാവുന്ന ദുനിയാവിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്ന പല കാര്യങ്ങൾക്കും ഗ്യാരണ്ടിയും വാരണ്ടിയും കൊടുക്കാൻ സാധിക്കുമെങ്കിലും പ്രിയപ്പെട്ടവരെ, ആ ഗ്യാരണ്ടിയും വാരണ്ടിയും കൊടുക്കുന്ന നമ്മളുടെ ജീവന് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു അവധി പ്രഖ്യാപിക്കുവാനോ അല്ലെങ്കിൽ ജീവൻ പോയി കഴിഞ്ഞാൽ പുതിയത് നൽകാമെന്ന് പറയാനോ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് റബ്ബ് തന്നിട്ടുള്ള ഈ ഒരു അവസരത്തെ കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ, അള്ളാഹു മുന്നിൽ നൽകുന്ന അവസരങ്ങളെ കൃത്യമായി നമ്മൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ, ചില ആൾക്കാരുടെ വിലാപത്തിനെ കുറിച്ച് സൂറത്തുൽ മുഅ്മിനൂനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അല്ലാഹു പറയാണ്, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. ചില ആൾക്കാരുടെ അടുത്തേക്ക് മരണം വരും, എന്നിട്ട് അവർ പറയും റബ്ബിനോട്, റബ്ബിർജിഊൻ, റബ്ബേ ഒന്ന് മടക്കിക്കൊണ്ടാ റബ്ബേ. എന്നിട്ട് അവർ പറയുന്ന കാരണങ്ങൾ എന്താ? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്. റബ്ബേ, ഞാൻ ഒഴിവാക്കിയിട്ടുള്ള, മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുള്ള എത്രയോ നന്മകളുണ്ട് റബ്ബേ, അതൊക്കെ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു സന്ദർഭത്തിൽ നമ്മളായിരിക്കുമോ ആ സ്ഥാനത്ത് എന്ന് ഗൗരവത്തിൽ ചിന്തിക്കണം. നമുക്കറിയാം, ജുമുഅ ദിവസമാണ്. ജുമുഅക്ക് കൃത്യമായി തന്നെ പള്ളിയിലേക്ക് ഖത്തീബ് മിമ്പറിൽ കയറുന്നതിൻ്റെ മുമ്പ് പള്ളിയിൽ വന്ന് തഹയ്യത്ത് നിസ്കരിച്ച് ജുമുഅയെ പ്രതീക്ഷിച്ചിരിക്കണമെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മളുടെ ക്ലയൻസ് നമ്മളെ അവിടെ പിടിച്ചിരുത്തുകയാണ്. ദുനിയാവിനെ നമ്മൾ വില കൽപ്പിക്കുകയാണ്. അള്ളാഹു ചോദിക്കുന്നുണ്ടല്ലോ, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രി. നിങ്ങൾ എന്തേ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വില കൊടുക്കുന്നില്ലേ? നിങ്ങളുടെ ബിസിനസ്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ ദുനിയാവിൻ്റെ ആവശ്യങ്ങൾക്കും നിങ്ങളുടെ ലൗകിക സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വില നൽകുന്നത്? അള്ളാഹുവിന് നിങ്ങളൊരു വില കൽപ്പിക്കുന്നില്ലേ എന്ന് റബ്ബ് ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മോടാണ്. ആ ചോദ്യം നമ്മുടെ ഹൃദയാന്തരങ്ങൾക്കുള്ളിൽ തറച്ചു കയറുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതല്ല, ഈമാനിൻ്റെ
വായുവിൻ്റെ ഒരു കണിക പോലും കടക്കാത്ത രൂപത്തിൽ നമ്മുടെ ഹൃദയം കടുത്തുപോയോ എന്ന് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ട് തരുമ്പോൾ ഒരു സംഭാവനയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു മദ്രസയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, പള്ളി പരിപാലനത്തിന് വേണ്ടി, രോഗിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ള സംഭാവനകൾക്ക് അല്ലാഹു നമുക്ക് അവസരം നൽകുന്നു. നമസ്കാരത്തിന് ജമാഅത്തിന് കൃത്യമായി പള്ളിയിലേക്ക് വരാനുള്ള അവസരം നമുക്ക് റബ്ബ് തരുന്നു. എന്നിട്ടും ഇതൊന്നും ഉപയോഗപ്പെടുത്താതെ അവസാനം റബ്ബിനോട് കെഞ്ചിക്കേഴുന്ന അവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ വരികയാണ് എങ്കിൽ അല്ലാഹു പറയുകയാണ്, കല്ല, അങ്ങനെയല്ല കേട്ടോ. നിങ്ങളെ എത്ര തന്നെ കേണപേക്ഷിച്ചാലും അല്ലാഹുവിനോട് നിങ്ങൾ ഇരന്ന് പറഞ്ഞാലും ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹ, അവൻ പറയുന്ന ഒരു പാഴ്വാക്ക് മാത്രമായി കൊണ്ട് അത് മാറുമെന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അത്രയേറെ നമ്മുടെ റബ്ബിനോട് കേടപേക്ഷിച്ചിട്ടും, അത്രയേറെ നമ്മൾ താഴ്മയോടുകൂടെ ചോദിച്ചിട്ടും, ഒരു പ്രതീക്ഷയുടെ കണിക നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോഴും നമ്മുടെ റബ്ബ് പറയുകയാണ്, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹ, നീ പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ, നീ ഇത്ര സമയം എന്നോടാ ചോദിച്ച കാര്യമുണ്ടല്ലോ, അത് വെറും പാഴ്വാക്കാണ്. അതിന് എൻ്റെ അടുക്കൽ യാതൊരുവിധ സ്ഥാനവും വിലയുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ആട്ടിയകറ്റുന്ന ആ ദുർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശ്രമിക്കണം. ഓരോ അവസരങ്ങളും ഉപയോഗപ്പെടുത്തണം. മരണത്തിനെ കുറിച്ചുള്ള ചിന്ത സദാസമയം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടു നടക്കണം. അങ്ങനെയാണ് എങ്കിൽ ധാരാളം കാര്യങ്ങൾ, മരണത്തിൻ്റെ ചിന്ത അധികരിപ്പിക്കുമ്പോൾ ധാരാളം നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ദുനിയാവിനോടുള്ള വിരക്തി നമുക്കുണ്ടാകും. എല്ലാം വെട്ടിപ്പിടിക്കണം, എന്നിട്ട് കുറച്ചു കാലം വിശ്രമിക്കണം എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു കിട്ടും. കാരണം നമ്മുടെ ലക്ഷ്യം ദുനിയാവല്ല, മറിച്ച് സ്വർഗമായി കൊണ്ട് മാറും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉള്ളതിൽ തൃപ്തി ലഭിക്കും. കുറേ വാരിക്കൂട്ടണമെന്നല്ല, മറിച്ച് റബ്ബ് എനിക്ക് നൽകിയത് എന്താണോ അതിൽ തൃപ്തി അടഞ്ഞുകൊണ്ട് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല തിന്മകളോടുള്ള ഭയം വർദ്ധിക്കും. അല്ലെ, നമ്മൾ ആലോചിച്ച് നോക്ക്. ഹറാമ് ചെയ്യുന്ന സമയത്താണ് എങ്കിൽ, ആ സിനിമ കാണുന്ന സമയത്ത്, മ്യൂസിക് കേൾക്കുന്ന സമയത്ത്, വസ്ത്രം നിര്യാണിക്ക് താഴെയായിരിക്കുന്ന സമയത്ത്, എൻ്റെ റബ്ബ് ഇഷ്ടപ്പെടാത്ത, എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയിട്ടുള്ള കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ ഞാൻ മരിക്കുകയാണ് എങ്കിൽ റബ്ബേ എന്നെ കൊണ്ട് സാധിക്കുകയില്ല എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വസ്ത്രം നിര്യാണിയുടെ താഴേക്ക് പോവുകയില്ല, അന്യ സ്ത്രീകളിലേക്ക്, അന്യ പുരുഷന്മാരിലേക്ക് നമ്മുടെ നോട്ടം പോവുകയില്ല, ഹറാമായിട്ടുള്ള ഒരു രൂപ പോലും നമ്മുടെ സമ്പാദ്യത്തിലേക്ക് കടന്നു വരികയില്ല. ഇത്തരത്തിൽ സകല ഹറാമുകളിൽ നിന്നും, സകല തിന്മകളിൽ നിന്നും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുവാൻ, നമ്മുടെ നഫ്സിനെ കാത്തു സൂക്ഷിക്കുവാൻ ഇത്തരത്തിലുള്ള മരണചിന്തകൾ നമ്മൾക്ക് നൽകുമെന്നുള്ളതാണ്. മാത്രമല്ല നന്മ ചെയ്യാനുള്ള അവസരം, നമുക്ക് നന്മ ചെയ്യാനുള്ള ആവേശം നമുക്ക് വർദ്ധിക്കും. അല്ലേ, നമ്മൾ നമസ്കരിക്കാൻ കൈകെട്ടുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്, റബ്ബേ ഇതെൻ്റെ ദുനിയാവിലെ അവസാനത്തെ തക്ബീറാണ്, ഈ ദുനിയാവിലെ എൻ്റെ അവസാനത്തെ സുജൂദാണ്. ആ ഒരു നിയത്തോടുകൂടെ നമസ്കരിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അങ്ങേയറ്റത്തെ ഹിർസോടുകൂടെ, അങ്ങേയറ്റത്തെ ഖുശൂഅോടുകൂടെ നമസ്കാരം നിലനിർത്താൻ നമുക്ക് സാധിക്കും. ഒരു രൂപ ദാനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്, ഇതെൻ്റെ അവസാനത്തെ ദാനധർമ്മമാണ്, ഇതിന് ശേഷം ഇനിയൊരു അവസരം എനിക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ അറിഞ്ഞുകൊണ്ട്, മനസ്സറിഞ്ഞ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മരണചിന്ത സദാ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിച്ച്, എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടെ മരിക്കുന്ന ഒരു മുഅ്മിനായിക്കൊണ്ട് ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മാരകമായ മാറാരോഗങ്ങളിൽ നിന്നും, മോശമായ മരണങ്ങളിൽ നിന്നും, കഠിനമായ ഖബർ ശിക്ഷയിൽ നിന്നും, കണിശമായ വിചാരണയിൽ നിന്നും, കത്തിജ്വലിക്കുന്ന നരകത്തിൻ്റെ അഗ്നിനാളങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബ് നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ പലരുടെയും മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, പണ്ഡിതന്മാർ, മക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സ്നേഹപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രയാസമനുഭവിക്കുന്ന ധാരാളം സഹോദരി സഹോദരന്മാരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രയാസങ്ങൾ പരിപൂർണമായും നീക്കി കൊടുക്കുമാറാകട്ടെ. രോഗികളുടെ രോഗങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ ശിഫാ നൽകി
നൽകി പൂർവാധികം ആരോഗ്യത്തോടുകൂടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. أقم الصلاة.